ഇന്ത്യക്ക് തിരിച്ചടി തന്ന് ട്രംപിൻ്റെ കൈ കുഴയുകയാണ്. കാരണം 50% താരിഫ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിട്ട് പോലും ഇന്ത്യ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയിട്ടില്ല. ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുന്നു. രാജ്യത്തെ ജനങ്ങൾ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകാതെ സ്വസ്ഥമായി കിടന്നുറങ്ങുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാൻ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ളപ്പോൾ ട്രംപിൻ്റെ ഈ അടവുകളൊന്നും ഏശില്ല എന്ന് കണ്ട് വലിയൊരു തിരിച്ചടി ഇന്ത്യക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് ട്രംപ് ഇപ്പോൾ. ഫാർമസ്യൂട്ടിക്കൽസിന് ശേഷം ട്രംപ് ഇപ്പോൾ ഫർണിച്ചറുകൾക്കും താരിഫ് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഏത് വിധേനയും ഇന്ത്യയെ മുട്ടുകുത്തിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലവിലെ നീക്കം. ഇതിനായി ഒരു പുതിയ നിർദ്ദേശം ട്രംപ് അവതരിപ്പിച്ചു. അടുത്ത 50 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്നും തുടർന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് US-ലേക്ക് വരുന്ന ഫർണിച്ചറുകൾക്ക് എത്ര തീരുവ ചുമത്തണമെന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നടപടി അമേരിക്കൻ വ്യവസായത്തെ വീണ്ടും ശക്തിപ്പെടുത്തുമെന്നും ഉൽപ്പാദനം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് എന്തിനാണ് ഫർണിച്ചർ ഇറക്കുമതിക്ക് തീരുവ ചുമത്താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നോർത്ത് കരോലിന, സൗത്ത് കരോലിന, മിഷിഗൻ തുടങ്ങിയ സംസ്ഥാനങ്ങളെക്കുറിച്ച് ട്രംപ് തന്റെ പ്രസ്താവനയിൽ പ്രത്യേകം പരാമർശിച്ചു. ഒരു കാലത്ത് ഫർണിച്ചർ വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ഈ സംസ്ഥാനങ്ങൾ. എന്നാൽ കുറഞ്ഞ തൊഴിലാളികളുടെയും കുറഞ്ഞ ഉൽപ്പാദന ചെലവിന്റെയും ഫലമായി മിക്ക കമ്പനികളും അവരുടെ ജോലി വിദേശത്തേക്ക് മാറ്റി. പുതിയ താരിഫുകൾ കമ്പനികളെ വീണ്ടും അമേരിക്കയിൽ ഉൽപ്പാദനം നടത്താൻ നിർബന്ധിതരാക്കും എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഈ പ്രഖ്യാപനത്തിന്റെ നേരിട്ടുള്ള ആഘാതം അമേരിക്കൻ ഓഹരി വിപണിയിൽ കാണപ്പെട്ടിട്ടുണ്ട്. ഫർണിച്ചർ വീട്ടുപകരണ കമ്പനികളുടെ ഓഹരികൾ ഇടിഞ്ഞു. മറുവശത്ത് അമേരിക്കൻ നിർമ്മാണ കമ്പനികളുടെ ഓഹരി വിലകൾ വർദ്ധിച്ചു. താരിഫ് നടപ്പിലാക്കിയാൽ വിദേശ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ചെലവേറിയതായി തീരുമെന്നും ആഭ്യന്തര കമ്പനികൾക്ക് നേട്ടമുണ്ടാകുമെന്നും വിശകലന വിദഗ്ധർ പറയുന്നു. എന്തായാലും ഒരു കാലത്ത് അമേരിക്കയ്ക്ക് ഫർണിച്ചർ വ്യവസായത്തിൽ 1.2 ദശലക്ഷം ആളുകളാണ് ജോലിക്കുണ്ടായിരുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഈ ട്രംപ് അത് തിരിച്ചു പിടിക്കാനാണെന്ന് പറയുമ്പോഴും ട്രംപിൻ്റെ പ്രഖ്യാപനം ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും ചെമ്പ്, സെമി കണ്ടക്ടറുകൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഉൾപ്പെടെ മറ്റു ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്നതിനെക്കുറിച്ച് സർക്കാർ ഇതിനകം തന്നെ ആലോചിച്ചു വരികയാണ്. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, വിദേശ ആശ്രിതത്വം കുറയ്ക്കുക, US-ൽ വ്യവസായവും തൊഴിലവസരവും പുനർനിർമ്മിക്കുക എന്നിവയാണ് ഈ തന്ത്രത്തിൻ്റെ ലക്ഷ്യം. ട്രംപിൻ്റെ പ്രഖ്യാപനം ഇന്ത്യയിലും സ്വാധീനം ചെലുത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്ത്യ US-ലേക്ക് വലിയ അളവിലാണ് ഫർണിച്ചറുകൾ കയറ്റി അയക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കൊരു തിരിച്ചടി നേരിടും എന്ന് തന്നെയാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.